ഇമാക്കിലെ ഗോൾഡൻ അവാർഡ് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഞാനാണ് ഇതുവരെ വാങ്ങിച്ചത്. ഇതും ബോംബെയിൽ നിന്നാണ് ബാക്കി ആൾക്കാർക്കൊക്കെ മേക്കപ്പ് അടിച്ചത്. ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് വരുന്നത്. ഞാനിനി ഒന്ന് ഫീൽഡ് മാറ്റണം. അങ്ങനെയാണ് മേക്കപ്പിലോട്ട് ഇറങ്ങിയത്. ഞാൻ ഒരിക്കൽ ഒരു 4 ബ്രൈഡിനെ 4 ജില്ലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോയിൽ വ്യക്തമായിട്ട് ചക്കി പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഒരുങ്ങിയതെന്ന്. അപ്പം ചക്കിയുടെ ഇഷ്ടം ഞാൻ എപ്പോഴും കാത്തു സുരേഷ് ഗോപിയുടെ മോളെ ഒരുക്കുന്നു, അല്ലെങ്കിൽ രാധാ മേഡത്തിന്റെ മോളെ ഒരുക്കുന്നു. ഇവരുടെയൊക്കെ ഷൂട്ട് ഒരുക്കുന്നത് പോലെ അല്ല, ഇവരുടെ കല്യാണത്തിന് ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ പേഴ്സണൽ ഇവന്റ് ആണ്. ഒരു ബ്രൈഡിനെ അവളുടെ ബിഗ് ഡേയിൽ ഒരുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പോൾ അതിൽ പ്രോ ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ചായ് കോഫിയുടെ ഈ ഫ്ലോറിലുള്ളത്, നമ്മുടെ സ്വന്തം വികാസേടൻ. വെൽക്കം ടു ദ ഫ്ലോർ. ഞാൻ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ടോട്ടൽ എത്ര ബ്രൈഡ്സ് ആയി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തത്? ഒരു 500-600. 2200 വരെ ആയിരുന്നു എൻ്റെ ഫെബ്രുവരി കണക്ക്. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ മുതൽ ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 3 മന്ത്സ് കൂടുമ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. 2200 വരെ. 2000 പ്ലസ് ആയിട്ടുണ്ട് എന്തായാലും. ഫെബ്രുവരി വരെ 2200 പക്കായി. മാർച്ച് ഏപ്രിൽ എന്തായാലും ഒരു 3000 അടുത്ത് എത്താൻ ചാൻസ്. ഒരു 2500 ഒക്കെ എത്താൻ ചിലപ്പോൾ നോക്കണം. ഞാൻ ചോദിക്കാം, ചിലപ്പോൾ ഒരു ദിവസം 3-4 ബ്രൈഡ്സിനൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ഒരു റെക്കോർഡ് നമ്പർ എത്രയാ? എത്ര ബ്രൈഡിനെ വരെ ചിലപ്പോൾ നിങ്ങൾ ഓടി അടന്ന് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും? ഞാൻ ഒരിക്കൽ ഒരു 4 ബ്രൈഡിനെ 4 ജില്ലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്നത് അതാണ് എനിക്ക് ഭയങ്കര ജോഗ്രഫി ഭയങ്കരമായിട്ട് ഞാൻ നോക്കുവേ. അപ്പൊ എനിക്ക് ഓൾറെഡി ഇപ്പൊ കേരള ജോഗ്രഫി എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ ഒരു കുട്ടി എന്നെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ കുട്ടി എന്നെ ഫോർ എക്സാമ്പിൾ കൊല്ലത്തായിരിക്കും ബുക്ക് ചെയ്തത്, ചിലപ്പോൾ മേ ബി 1 year ബിഫോർ. അപ്പൊ ഈ കുട്ടിക്ക് ശേഷം പലരും എന്നെ ചിലപ്പം എറണാകുളത്തു നിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ കൊല്ലത്തുനിന്ന് വിളിക്കാം. അപ്പൊ പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ കൊല്ലത്തുനിന്ന് തന്നെ ചിലപ്പോൾ അടുത്തൊരു കോള് വരും. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, നമ്മള് സമയം എപ്പോഴാണ്? അപ്പൊ നോക്കുമ്പോൾ രണ്ടുപേർക്കും ക്ലാഷ് ആവുന്നില്ലെങ്കിൽ എനിക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ജോഗ്രഫി അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് 2-3 കല്യാണങ്ങൾ എടുക്കാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. റൂട്ട് മാപ്സ് അങ്ങനെ ഇപ്പൊ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എന്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കും. 1 വർഷം മുന്നൊക്കെ ബുക്ക് ചെയ്യുമല്ലേ? ബുക്ക് ചെയ്യും. ഓക്കെ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ മേക്കപ്പിന്റെ ഫീൽഡിൽ എത്തിയിട്ടുള്ളത്. അപ്പം ഒരിക്കലും എത്തുമെന്ന് വിചാരിച്ചിട്ട് എത്തിയിട്ടുള്ളതല്ല. അപ്പം ഫസ്റ്റത്തെ ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു മേക്കപ്പ് കഴിയുമ്പോൾ എന്താണ് ഈ ഒരു ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് വികാസേട്ടനെ പ്രേരിപ്പിച്ച ഒരു കാര്യം? സ്മൈൽ. ആക്ച്വലി ഓരോരുത്തരും നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മുഖത്ത് നിന്ന് അവരിപ്പം നമ്മളും മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും കണ്ണാടിയുടെ മുന്നിലായിരിക്കും ഇരിക്കുക. ഇവര് കണ്ണാടി കൂടി ചിരിക്കുന്നത് നമുക്കും കാണാൻ പറ്റും. അപ്പൊ അതൊരു എനിക്കൊരു ഭയങ്കര ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന ഒരു കോൺഫിഡൻറ്റ് കിട്ടിയ ഒരു മൊമെന്റ് ആയിരുന്നു എനിക്കത്. അപ്പൊ ആ ഒരു കോൺഫിഡൻറ്റ് നിന്നാണ് എനിക്ക് ഓക്കെ ഇനിയും നാളെയും എനിക്ക് അതേ കണക്ക് ആൾക്കാരെ ചിരിപ്പിക്കാം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാം എന്നൊരു തോന്നലാണ് എന്നെ വീണ്ടും ഇതിലോട്ട് ഇറങ്ങാനുള്ളൊരു ധൈര്യം തന്നത്. ആദ്യത്തെ എന്തായിരുന്നു? ബ്രൈഡൽ ആയിരുന്നോ അതോ ഷൂട്ടായിരുന്നോ? ഫസ്റ്റ് ഷൂട്ടാണ്. സാധാരണ ആൾക്കാർ ഞാൻ ഫസ്റ്റ് ഷൂട്ട്, അതും സെലിബ്രിറ്റി ഷൂട്ട്സ്. ഫസ്റ്റ് എന്റെ സെലിബ്രിറ്റി രസ്ന പവിത്രൻ എന്ന് പറയും ഒരു ആക്ട്രസ്, അതായിരുന്നു. പിന്നെ അതിനുശേഷം ഉടനെ തന്നെ എനിക്ക് തമിഴ് ആക്ട്രസ്, ഒരു മലയാളം കഴിഞ്ഞ അടുത്ത തമിഴ് ആക്ട്രസ് കിട്ടി. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് അപ്പം ആർട്ടിസ്റ്റിന് ചെയ്യുമ്പോൾ അന്നുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൊണ്ടെങ്കിലും നല്ല ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല സ്റ്റൈലിസ്റ്റ് ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ നമുക്ക് കുറെ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ അത് പൊതുവായിട്ട് ആൾക്കാർ നോക്കുമ്പോൾ റിസൾട്ട് ഈസ് ഗുഡ്. അപ്പൊ ആദ്യത്തത് മുതലേ നമുക്കൊരു പോസിറ്റീവായിട്ട് വീണ്ടും ഇങ്ങനെ കണക്ഷൻസ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം ഒരു BBA ഗ്രാജുവേറ്റ് ആണ്. അപ്പം ഈ മേക്കപ്പ് ഫീൽഡിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ജോലിയായിരിക്കും ഇപ്പൊ വികാസേട്ടൻ ചെയ്യുന്നുണ്ടായിരിക്കുക? ഞാൻ BBA പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനത്തെ കോഴ്സസ് ഉണ്ടല്ലോ, അതിന്റെ നെബോഷ് എന്നും പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നെബോഷ് UK ബേസ്ഡ്. അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ഹോൾഡറാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് മേക്കപ്പിലോട്ട് വന്നു? ആക്ച്വലി ഞാൻ ഐ വാസ് വർക്കിംഗ് ഇൻ GCC കൺട്രീസ്. അപ്പൊ ഞാൻ അവിടെ സേഫ്റ്റി ഓഫീസർ അങ്ങനെ കുറെ തസ്തികയിൽ അതുമായിട്ട് HSC ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ലൈഫിലും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഫക്റ്റ് ആവും, പേഴ്സണൽ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ വന്നു. അങ്ങനെ ഞാൻ ആ ഒരു സമയത്താണ് ഐ തോട്ട് ഞാൻ ഇനി ഒന്ന് ഫീൽഡ് മാറ്റണം.
അങ്ങനെയാണ് മേക്കപ്പിലോട്ട് ഇറങ്ങിയത്. പക്ഷെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഞാൻ മേക്കപ്പിൽ വന്നത്. ഒട്ടും ഇപ്പോഴും എനിക്ക് ബിലീവ് ഞാൻ ഇങ്ങനെ ചില മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരിക്കൽ പലരുടെയും ഇപ്പം ഞാൻ മധുബാല, നമ്മുടെ റോജ ആക്ട്രസ് മധുബാല, രംഭ, ഇവരെയൊക്കെ അന്ന് ഒരുക്കുന്ന സമയത്ത് ഞാൻ തന്നെ മനസ്സ് വിചാരിക്കും, ദൈവമേ ഇവരെയൊക്കെ ഞാൻ ഒരുക്കിയോ, ഞാൻ തന്നെയാണോ ഇത്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കേ, മാം അന്നത്തെ കാര്യങ്ങൾ, കാര്യം ഞാനൊരു കോമൺ ഓഡിയൻസ് ആണല്ലോ, ഒരു അങ്ങനത്തെ അന്ന് ഈ മേക്കപ്പ് മധുബാലേനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് തലേ ദിവസം പോലും ഞാൻ വിചാരിച്ചില്ല അയ്യോ ഞാൻ മധുബാല മേക്കപ്പ് ചെയ്യും. അപ്പം അന്നൊക്കെ മധുബാല ഇപ്പൊ റിട്ടേൺ കമ്മിങ് ബാക്കിന്റെ ഫസ്റ്റ് ഷൂട്ടായിരുന്നു പുള്ളിക്കാരിയുടെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഫീലിങ്സ് നമ്മളിലും ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയോ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഉള്ളത്. ഓക്കെ, ശരി. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്നൊരു മലയാളി തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ ചാലഞ്ചസ് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നേ? തമിഴ് ഇൻഡസ്ട്രിയിൽ പൊതുവിൽ ആ ഒരു സമയത്തിന് മലയാളി മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറവാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്തിന് 1-2 പേരുണ്ടെങ്കിൽ അത് ലെജൻഡറി ആയിട്ടുള്ള പട്ടണം റഷീദ് സാറും അങ്ങനെ കുറച്ച് ആൾക്കാരല്ല. നമ്മളിപ്പോൾ ഈ ബ്യൂട്ടി മേക്കപ്പ് അവരൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ആർട്ട് പരമായിട്ടുള്ള മേക്കപ്പ്, നമ്മൾ ബ്യൂട്ടി മേക്കപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ വേറെ ആരും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ബോംബെ നിന്നൊക്കെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ സൗത്തിൽ നിന്നും മലയാളത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ സാധാരണ മലയാള നടിമാരെയാണല്ലോ അവർ കാണുന്നത്. അപ്പം എനിക്ക് പക്ഷെ ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഇപ്പം ഞാൻ കാഞ്ചനയൊക്കെ വർക്ക് ചെയ്ത സമയത്തിന് കോവൈ സാറിലെ ചേച്ചി, അപ്പം പുള്ളിക്കാരിയൊക്കെ വന്നിട്ട് നമ്മളുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കും. അപ്പം മലയാളി എന്നുള്ളൊരു സ്നേഹമാണ് എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ചലഞ്ചിങ് എന്ന് പറയുമ്പം നമ്മൾ കണ്ട ഇവിടുത്തെ സ്ക്രീൻ ഇപ്പം ക്യാമറ പോലും അവരുടെ ക്യാമറ ക്വാളിറ്റി, ഇപ്പം കാഞ്ചന എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഫസ്റ്റ് ഞാൻ തമിഴ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഓവിയ എന്ന് പറഞ്ഞിട്ട്, അപ്പം കാഞ്ചനയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തിന് അതും ഈ CG വർക്ക് കൂടുതലാണ്, ഹൊറർ മൂവിയാണല്ലോ. അപ്പം ആ ക്യാമറ ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹീറോയിൻസിന്. അപ്പം അത് ഭയങ്കര ഒരു ചലഞ്ചാണ്. അതും ബോംബെ നിന്നാണ് ബാക്കി ആൾക്കാർക്കൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. എന്നിട്ട് അത് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഞാൻ ആദ്യമൊക്കെ പേടിയാണ് എന്താ നടക്കാൻ പോണത് നമ്മൾ. പക്ഷേ ഓഫ് കോഴ്സ് മിസ്റ്റേക്സ് വാസ് ദെയർ. കാര്യം അത് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും ബോംബെയിൽ നിന്ന് വന്നിരുന്നാലും അവിടുത്തെ ക്യാമറാമാൻ വന്നിട്ട് ഇങ്ങനല്ല നമുക്ക് വേണ്ടത്, ബിക്കോസ് CG വർക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രപ്പോർഷനായിട്ട് മേക്കപ്പ് ചെയ്യണം. അപ്പം അത് അവർ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാനും ഐ ഇംപ്രൂവ്ഡ്. ആൻഡ് ഞാൻ എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും എനിക്ക് ആരെങ്കിലും എൻ്റെ കുറ്റം പറയുകയാണെങ്കിൽ ഞാനത് കേൾക്കാൻ നിൽക്കും. കേട്ടാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കുറ്റത്തുനിന്ന് കേട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും അത് എനിക്ക് ആരെങ്കിലും കുറ്റം പറയാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ എവിടെങ്കിലും നമ്മുടെ പേര് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര ഇയർ ആയി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്? ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഓൺ 2016. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2016 തൊട്ട് 2024 നമ്മൾ 2024 നിൽക്കുന്നു. എന്താണ് ഈ ഒരു കരിയറിൽ മൊത്തം വന്ന ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഇത് മറക്കാതെ ഇരിക്കുന്ന ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഈ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഷൂട്ടായിരുന്നു ചെയ്തത്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ബ്രൈഡൽ വർക്കല്ല, ബ്രൈഡ്സിൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, കൂടെ അമ്മമാര്, ഗ്രാൻഡ്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് വരും. ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൽ കുറെ നമുക്ക് വരുന്നതൊക്കെ അമ്മാമ്മമാർക്കൊക്കെയാണ് നമ്മളവിടെ സ്റ്റാർട്ടിങ് 2016 നമുക്ക് ചെയ്യാൻ വരെ. അപ്പൊ നമ്മളവിടെ പോയിരുന്ന് കോളം ലീല പാലസിലായിരുന്നു. അപ്പോൾ ഒരു നല്ല വയസ്സായ ഒരു അമ്മയാണ്, നോർത്ത് ഇന്ത്യൻ ആണ്. പുള്ളിക്കാരി വന്നിട്ട് എന്തെങ്കിലും എനിക്ക് മേക്കപ്പ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആട്ടുംകൂട്ടത്തിന്റെ ഇടയിൽ അവസാനത്തെ അതുപോലൊരു അമ്മ വന്നിട്ട് പുള്ളിക്കാരി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എനിക്ക് മേക്കപ്പ് ചെയ്യണം എന്നറിഞ്ഞ് ഞാനിപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അവസാനം ഈ ഹേമമാലിനിയുടെയൊക്കെ റെഫറൻസ് ആണ് പുള്ളിക്കാരിക്ക്. നീട്ടിയ കണ്ണും ഈ ബാക്കിലെ മുടിയൊക്കെ നല്ല പഫൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറ്റും ആൻറ്റി ചെയ്തുതരാം. പുള്ളിക്കാരിക്ക് ഞാനത് ചെയ്തു കൊടുത്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഷീ ഈസ് നോട്ട് റെഡി ടു ഗോ ഫോർ ദ പാർട്ടി. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ ഞാൻ പാർട്ടിക്ക് പോയി എന്നെ എല്ലാവരും കളിയാക്കും, ബിക്കോസ് ഷീ ഈസ് ഏജ്ഡ്, ഒരു 60 ഒക്കെ ഉണ്ടാവും.
പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ ആരും കളിയാക്കില്ല. ഐ എം ഹാപ്പി. ഞാൻ കാണുന്ന കാഴ്ച, എന്നെ കാണുന്ന കാഴ്ചയിൽ ഞാൻ ഹാപ്പിയാണ്. ഐ എം നോട്ട് ഗോയിങ് എനിവെയർ. ഐ എം ജസ്റ്റ് സിറ്റിംഗ്, ഐ എം ജസ്റ്റ് ഗോയിങ് ടു ദ റൂം, ഐ എം ഗോയിങ് ടു എൻജോയ് മൈ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു മൊമെൻ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ആരെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസിന്, ഒരുപാട് ബ്രൈഡ്സിന്, ഒരുപാട് ആർട്ട്, പല പല അഡ്വർടൈസ്മെൻറ്റ്സിനായിരുന്നാലും ഈ അമ്മ പറഞ്ഞൊരു മൊമെൻറ്റ് ടിൽ ഇറ്റ് ഈസ് ഇൻ മൈ ഹാർട്ട്. ഓക്കെ. സ്വന്തം വൈഫിന് ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഹസ്ബൻഡാണ്. എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫീൽ? അതൊരു ആക്സിഡന്റൽ ഇതായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ഇപ്പം 2 ലുക്കാണല്ലോ, നമ്മൾ ഗുരുവായൂരായിരുന്നു. അപ്പം ഫസ്റ്റ് ലുക്കിന് വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഭയങ്കര, നമ്മൾ കുറേ മീഡിയാസ് വന്നിട്ട് നമുക്ക് ലേറ്റായി. അപ്പോഴത്തേക്ക് എനിക്കറിയാം ഇനിയും ലേറ്റായി നിന്ന് കഴിഞ്ഞാൽ സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ, ഇപ്പം പുള്ളിക്കാരിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യണം എന്ന്. അപ്പം ഞാൻ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാര്യം നമുക്കും ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യണം. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു, ഈ ഒരു സമയം കൊണ്ട് ഒരാൾക്ക്, എനിക്കറിയാം ഞാൻ ഫാസ്റ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ബലമായിട്ട് ഞാൻ മേക്കപ്പ് ഫാസ്റ്റായിട്ട്. അപ്പം പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്ന അതൊരു ഗ്രൂമാണ്, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല ആ സമയത്ത് എന്നുള്ളത്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഓക്കെ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചക്കീര വെഡിങ്ങിന്റെ ലുക്സ്. എങ്ങനെയായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ? അത്രയും ഭംഗിയായിട്ട് ചക്കീനെ ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എത്ര നാളത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? ഐഡിയാസ് ഒക്കെ എങ്ങനെയാ വന്നേ? ചക്കീനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയം മുതൽ ഞാൻ പറയും, അയ്യോ എനിക്ക് കല്യാണം ചെയ്യണം കേട്ടോ, എനിക്ക് കല്യാണം ചെയ്യണം എന്ന് പറയും. അപ്പം പക്ഷേങ്കിൽ അത് കാര്യം പാർവതി ചേച്ചിക്കായിരുന്നാലും ചക്കിക്കായിരുന്നാലും അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അറിഞ്ഞൂടാത്ത ആൾക്കാരല്ല, എത്രയോ ഷൂട്ട്സ് ചെയ്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് സത്യത്തിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. ഇപ്പൊ മോഹൻലാലിന്റെ മോളുടെ കല്യാണം മേക്കപ്പ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് ആഗ്രഹിക്കാം, നടക്കൂ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ചക്കിയുടേതും അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ പിന്നെ ഞാൻ ഇവരെ പാർവതി ചേച്ചീനെ കാർത്തികയുടെ കല്യാണത്തിന് വെച്ച് കണ്ടപ്പോഴും ഒക്കെ അതിനു മുമ്പ് എൻ്റെ അടുത്ത് ഡേറ്റ് പറഞ്ഞിരുന്നു, ഇതാണ് കല്യാണ മേക്കപ്പ് വികാസ് ചെയ്യണം എന്ന്. ഇവരുടെ എൻഗേജ്മെന്റിനൊക്കെ മുമ്പേ എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ പറയാം. അപ്പം കല്യാണം അടുത്തപ്പം ചക്കേൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് ലുക്സ് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഭയങ്കര സ്കിന്നൊക്കെ എനിക്ക് ഭയങ്കര ന്യൂട്രലായിട്ട് എനിക്ക് തോന്നണം, അതുപോലെ തന്നെ നമ്മുടെ മഡ്സാറിയാണ്. അപ്പം ഞാൻ മഡ്സാറിയോ? അപ്പം മഡ്സാറി, അപ്പം എൻ്റെ മനസ്സിൽ മഡ്സാറി ഗുരുവായൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സെറ്റുമുണ്ടാണ്, പട്ടുസാരി അതാണ്. അപ്പൊ ഇതെങ്ങനെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം എൻ്റെ വിചാരത്തിൽ നല്ല ടോളായിട്ടുള്ള ഒരു ഗേളാണ്. അപ്പൊ ഈ കുട്ടി കുറച്ചും കൂടെ അത് ഹ്യൂജ് ആകും എന്നൊരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. അതിനോട് കാര്യം കേരളം അപ്പോൾ ഉടനെ ക്രിട്ടിസൈസ് ചെയ്യും, അത് ആ കുട്ടീനെയും ക്രിട്ടിസൈസ് ചെയ്യും, എന്നെയും ക്രിട്ടിസൈസ് എന്നുള്ളൊരു തോട്ട് എനിക്ക് അന്നും ഉണ്ടായിരുന്നു മഡ്സാറിയുടെ സമയം പറഞ്ഞപ്പം. അപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞു മഡ്സാറി എങ്ങനെ ഉടുപ്പിക്കാം. അത് ഓൾറെഡി എനിക്ക് എൻ്റെ ടീമുണ്ട് മഡ്സാറി ഉടുപ്പിക്കുന്ന ആൾക്കാർ. അപ്പം അവരുടെ അടുത്ത ലേഡിയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ മഡ്സാരി ഉടുപ്പിക്കുമ്പോഴും നമ്മൾ പ്രോപ്പർലി നല്ല ഷേപ്പായിട്ട് ഉടുപ്പിക്കണം എന്ന് പറഞ്ഞ് അത് നമുക്കത് ഉടുപ്പിക്കാൻ പറ്റി. അപ്പം അവളുടെ ഇപ്പം ഞാൻ 4 ലുക്കാണ് ചക്കിക്ക് ചെയ്തത്. ഈ 4 ലുക്കിൻ്റെയും ഹെയർ സ്റ്റൈലിനെ കുറിച്ചിട്ട് ഒരുപാട് ഭയങ്കര റിപ്പീറ്റഡ് ആണ്. പക്ഷെ അത് 4 ടൈപ്പ് തന്നെയാണ്. ഇപ്പം മഡ്സാരി ഉടുക്കുമ്പം കുറച്ച് പഫ്നെസ് ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു ദ പട്ടുസാരി അതിനൊരു മെസ്സി ബ്രീഡാണ് സെക്കൻഡ് ലുക്ക്. തേർഡ് എത്തുമ്പോൾ നല്ല സ്ലീക്കായിട്ട് ആണ് വന്നത്. പക്ഷെ നമ്മൾ ആ ബനാറസ് ഉടുത്തപ്പം സ്ലീക്ക് ആണെങ്കിൽ അത് ലാസ്റ്റ് അത് റിസപ്ഷൻ ആണ്. അത് സിന്ദൂരമൊക്കെ ഇട്ട് വേറൊരു മൂഡാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കിൽ ആണ്. അതിനും കുറെ പേര് എന്തിനാ തട്ട വിട്ടത്. അത് ആക്ച്വലി നമ്മൾ നോർത്ത് ഇന്ത്യൻ ലുക്സിൽ ഈ ഒരു ദുപ്പട്ട ഈസ് ദെയർ. അപ്പം ഓരോ ബ്രൈഡ്സിന്റെ ഇഷ്ടമല്ലേ നമ്മൾ ചെയ്യുക. ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ വ്യക്തമായിട്ട് ചക്കി പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഒരുങ്ങിയതെന്ന്. അപ്പം ചക്കിയുടെ ഇഷ്ടം ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിച്ചു ഈ ഒരു ലുക്കിന്. അത് മാത്രമല്ല ഞാൻ ചക്കിയുടെ ലുക്കിന് വേണ്ടി നമ്മൾ പുള്ളിക്കാരിയുടെ വീട്ടിൽ
ചെന്നൈയിൽ അശ്വതി എന്നാണ് അവരുടെ വീട്ടുപേര്, മേഡത്തിൻ്റെ പേരാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോഴും അന്ന് അവരുടെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്, ഫാമിലി ഫുള്ളുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട ഒരു ലുക്കാണത്. നമ്മളെല്ലാവരും അപ്പം ജയറാമേട്ടൻ്റെ ഇഷ്ടവും പാർവതി ചേച്ചിയുടെ ഇഷ്ടമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണ ദിവസം ആരും എൻ്റെ റൂമിൽ, നമ്മൾ ഒരുക്കുന്ന റൂമിൽ ജയറാമേട്ടനോ പാർവതി ചേച്ചിയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് വന്ന് അവരന്ന് നമ്മൾ സംസാരിച്ചത് തന്നെ അവർ കണ്ടു. അതുകൊണ്ട് ഒരു ഇതും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കുക, സോഷ്യൽ മീഡിയ എങ്ങനെയാ വികാസ് ചേട്ടൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കണേ? സോഷ്യൽ മീഡിയ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്ന സ്ഥലം. എല്ലാവരുടെയും മൊബൈലിൽ ഞാൻ പലയിടത്തും പോകുമ്പം എൻ്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് റീല് കാണുന്നതൊക്കെ ആയിരിക്കും അല്ലേ? ഞാനിപ്പോൾ ചിലയിടത്ത്, ഞാൻ ഈ അടുത്തൊരിടത്ത് ഫുഡ് കഴിക്കാൻ ഒരിടത്ത് പോയപ്പം ഞാൻ നമ്മൾ ഈ ഉച്ചയ്ക്ക് ഈ ഹോംലി മീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഒരിടത്ത് നിന്ന് ഫുഡ് കഴിയുമ്പോൾ ആ വീട്ടിനകത്ത് എൻ്റെ സൗണ്ട് കേൾക്കുകയാണ് യൂട്യൂബിൽ. അപ്പം ഉടനെ ഞാൻ ചിരിച്ചപ്പോഴത്തേക്കാണ് ഈ വിളമ്പുന്ന സ്ത്രീ എന്നെ, അപ്പൊ ടി വി കാണുന്ന എനിക്കും നേരിട്ട് കാണുന്ന എനിക്ക് വ്യത്യാസം ഉണ്ടല്ലോ, പെട്ടെന്ന് ആരും എക്സ്പെക്ട്, അയ്യോ ചേട്ടൻ അകത്ത്. അപ്പൊ അങ്ങനെ കുറെ കാര്യം സോഷ്യൽ മീഡിയ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നു. ഇപ്പം ഈ കൊറോണ സമയത്ത് പോലും ഞാൻ ഏറ്റവും കൂടുതലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആ സമയത്തിന്. ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫോളോവർ പോലും പെയ്ഡ് അല്ല. അപ്പൊ ആരാണോ എന്നെ ഫോളോ ചെയ്യുന്നവര് അവരൊക്കെ വരുന്നതാണ്. ശരിയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ സന്തോഷാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാം, അതുപോലെ ഒരു സന്തോഷമാണ് നാരായണി. എന്ത് പറയുന്നു നാരായണി? സുഖമായിട്ടിരിക്കുന്നു. നാരായണി ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്ന ആൾക്കാർ. നാരായണി സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട്, ഞാനിപ്പോൾ നമുക്ക് ലൈഫ് എനിക്ക് എല്ലാ ദിവസവും അത്ഭുതങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ചിരിക്കുന്നതും എനിക്കൊരു അത്ഭുതമാണ്. ഞാൻ ഒരിക്കലും ഈ സീറ്റിൽ ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്, അവിടെ ഞാൻ വന്നിരിക്കുന്നു. അതുപോലെ എനിക്ക് ദിവസവും കൗതുകം തരുന്നൊരു ഫീലാണ് നാരായണി. എന്താ നാരായണി വന്നതിന് ശേഷം ലൈഫിലുണ്ടായ മാറ്റങ്ങൾ? ഒരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ ബിക്കം ലേസി. ആണോ? ഇങ്ങനെ കളിച്ച് കിടക്കുമായിരിക്കും. ഞാൻ കിടക്കാൻ തുടങ്ങി കൂടുതൽ നേരം. അതാണ് നാരായണി വന്നിട്ട് എനിക്ക് പെട്ടെന്ന് പറയാം. ഞാനിപ്പോ പറയും, നീ എന്നെ മടിയനാക്കി കുട്ടിന്ന്. അപ്പൊ ഞാനിങ്ങനെ കിടക്കുന്ന ആളല്ലേ, എപ്പോഴും ഓട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളാണ്. ഇപ്പൊ ഇവള് കിടക്കുന്ന പ്രായമാണല്ലോ, അപ്പൊ ഞാൻ കൂടെ കിടക്കുന്ന ഒരു സമയത്താണ്. സോ പ്രത്യേകിച്ചുള്ള മാറ്റം, ഞാൻ പിന്നെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. മൊബൈൽ ഫോൺസിനെ കുറിച്ചിട്ട് ഞാൻ കുറെ, എൻ്റെ ബെഡിനകത്ത് മൊബൈൽ ഫോൺ ഇല്ലാതായി. അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, നമ്മളൊക്കെ ജനിച്ചു വളർന്നപ്പം നമ്മളൊന്നും മൊബൈൽ ഫോൺസിൽ ഇപ്പൊ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാനും കാർട്ടൂൺ കണ്ടല്ലേ വളർന്നത്. കാർട്ടൂൺ ഞാനിപ്പോ ഞാനൊരു 40s ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനും കാർട്ടൂൺ കണ്ടിട്ടാണ് വളർന്നത്. പക്ഷെ കാർട്ടൂൺ കണ്ടാലേ ഞാൻ ഫുഡ് കഴിക്കൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ പലരും കുട്ടിക്ക് ഫോൺ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടിയുടെ തല ഇങ്ങനെ ഇരിക്കും, ഫോൺ വായിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, വി ഹാവ് ടു ചേഞ്ച് ദാറ്റ്. നമ്മൾ മൊബൈൽ ഫോൺസ് ഓഫ് കോഴ്സ് നമുക്ക് വേണം, പക്ഷെ ഈ കുട്ടിയുടെ തല മാറ്റിയിട്ട് പുറത്ത് പക്ഷി പോകുന്നതോ മഴ പെയ്യുന്നതോ അല്ലെങ്കിൽ പശു നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് ലൈഫ് ആണെങ്കിൽ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ അമ്മമാരുടെ ഒരു ലേസിനെസ്, അവർക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ട് ഫുഡ് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് വേണ്ടി മാത്രമാണ് മൊബൈലിന്. അപ്പൊ നമ്മൾ മിസ്സാക്കുന്നത് അവരുടെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള കഴിവിനെ. ശരിയാണ്, വളരെ ശരിയാണ്. ഇപ്പൊ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് വികാസ് സാറിന്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ കുറച്ച് ഞാൻ കണ്ടു, അതല്ലാതെയൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പം ചില അവാർഡ്സ് ഭയങ്കര സ്പെഷ്യലായിരിക്കും. നമുക്ക് എല്ലാം സ്പെഷ്യലാണ്, അല്ലാന്നല്ല. അങ്ങനെ എന്തെങ്കിലും ശരി സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡ് ഉണ്ടോ? ഇപ്പം ഇമാക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അവാർഡാണ് കേരളത്തിൽ നമ്മുടെ ഈ ഒരു ഫുൾ ഇൻഡസ്ട്രിയിലും ഏറ്റവും കൂടുതലും ബാക്ക് സ്റ്റേജിലുള്ള ആൾക്കാർക്ക് ഉള്ളൊരു അവാർഡ്. അപ്പം അത് ഇമാക്കിലെ ഗോൾഡൻ അവാർഡ് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഞാനാണ് ഇതുവരെ വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് അവാർഡ് എനിക്ക് കിട്ടി. ആദ്യത്തെ വർഷം എനിക്ക് കിട്ടിയപ്പം ഞാൻ ഷോക്ക്ഡായിരുന്നു. അയ്യോ, ഞാൻ ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റ്, കാര്യം എനിക്ക് തന്നെ ഇഷ്ടമുള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ അവാർഡ് കിട്ടിയപ്പം എൻ്റെ മനസ്സിൽ, അയ്യോ അവർക്ക് കിട്ടിയില്ല. ഓരോ തവണ 4th 3rd 2nd ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്
ഓ എനിക്ക് തേർഡ് ആയിരിക്കും, എനിക്ക് ഫോർത്ത് ആയിരിക്കും. അല്ലേ ഞാൻ ഫോർത്ത് അല്ലേ, ഞാൻ തേർഡ് അല്ലേ, ഞാൻ സെക്കൻഡ് അല്ലേ. അയ്യോ അപ്പൊ എനിക്ക് ഫസ്റ്റ് എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഞാനില്ലേ. അപ്പൊ അതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പം എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അല്ല ഞാൻ ചെയ്തതിനാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നത്തെ അതിന് ശേഷമുള്ള ഓരോ അവാർഡ്സിലും എനിക്കത് തോന്നിയിട്ടില്ല. കാര്യം പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ എന്താണോ ചെയ്തത് അതിനുള്ള അംഗീകാരമാണ്. അപ്പം ഞാൻ ചെയ്യാത്തത് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. ചെയ്തതിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം വരില്ല, പക്ഷെ കിട്ടുമ്പം അത് നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. പലപ്പോഴും നമ്മളിപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളെ ചെയ്യും, പല ഷൂട്ട്സും ചെയ്യും. പക്ഷെ ബ്രൈഡ്സിനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്കിൻ ടൈപ്പ്, ടോൺ എന്ന് പറയുന്നതിനെക്കാട്ടിയും പല സ്കിൻ ടൈപ്സ്, സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ബ്രൈഡ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സ്കിൻ നമ്മൾ എത്ര ചെയ്താലും അതിലൊക്കെ എന്തെങ്കിലും. ഇത് മാത്രമല്ല, ഓരോ പെൺകുട്ടികൾക്ക് കല്യാണ ദിവസം ഉണ്ടാകുന്ന ഒരു മൂഡ് ഉണ്ട്. അത് ഭയങ്കര ഡിഫറെന്റ്, പേടിയും ഒക്കെ കാണാം. അപ്പൊ ഈ ഓരോ മൂഡും നമ്മൾ മനസ്സിലാക്കണം. ചില വീടുകളിൽ ഭയങ്കര വിഷമങ്ങൾ നടക്കും. ഇപ്പൊ കല്യാണ വീടുകളിൽ എല്ലാ വീട്ടിലും പ്ലസന്റ് തന്നെ ആകില്ല, എന്തെങ്കിലും വിഷമം കാണും. അപ്പൊ നമ്മൾ ആ വിഷമത്തിന് നമ്മൾ മനസ്സിലാക്കണം. വി ആർ ദ പേഴ്സൺ ഹു ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ദം. അല്ലാതെ അവിടെ ചെന്നിട്ട് അയ്യോ മോളെ നിന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് മുടി ഒന്ന് പ്രോപ്പർലി ചെയ്തുകൂടായിരുന്ന, അല്ല നിന്റെ ഒരു കണ്ണ് ശരിയല്ല, ഐബ്രോ ശരിയല്ല. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ബ്രൈഡിൻ്റെ അല്ല മോളുടെ സ്കിന്ന് കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറ്റാൻ. എന്ത് സ്കിൻ കണ്ടീഷൻ ആയാലും സ്കിൻ ടൈപ്പ് ആയാലും വി ആർ ദ പേഴ്സൺ ഹു ഹാവ് ടു ടേക്ക് കെയർ ആൻഡ് ഗീവ് ദ ബെസ്റ്റ് ഫോർ ദം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പം അതിനെ നമ്മൾ പോയിട്ട് ഒരു കുത്തിയിട്ട് സേഫ് ആവുന്നതിനൊക്കെ കഴിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ബ്രൈഡെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ തുടക്കം പോലെ ഇപ്പം എൻ്റെ കൂടെ വരുന്നൊരു അയ്യോ അപ്പം എൻ്റെ സ്കിന്ന് ശരിയല്ല, അല്ലെങ്കിൽ ഹെയർ ഭയങ്കര കുറച്ച് ഹെയറേ ഉള്ളൂ. അപ്പം ഞാൻ പറയും കുഴപ്പമില്ലടാ, യു വിൽ ബി ഓൺ യുവർ ബെസ്റ്റ് എന്ന് ഞാൻ പറയാം. അത് ഞാൻ കൊടുക്കുന്ന ഒരുക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അടിപൊളിയായാലോ മോളെ ഇന്ന ആളെ കണക്ക് ഐശ്വര്യനെ കണക്ക് എനിക്ക് ഇരിക്കുവാണല്ലോ പറയുമ്പോൾ അവർക്ക് തന്നെ അറിയാം അല്ലാന്ന്. പക്ഷേ കോൺഫിഡൻസ്. ഇപ്പം നടി കാർത്തികേയന്റെ വെഡിങ്ങിലൊക്കെ ചെയ്യുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ഹിന്ദു ബ്രൈഡ് ചെയ്യുന്ന പോലെയല്ല അത്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്കഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കാർത്തികയുടെ വർക്ക് എനിക്ക് വരുന്നത് കാർത്തികയുടെ എൻഗേജ്മെന്റ് ലുക്കാണ് കേട്ടോ. അപ്പോൾ കാർത്തികയുടെ എൻഗേജ്മെന്റ് ലുക്ക് അവർ വളരെ ചെറുതായിട്ട്, അവർക്ക് തന്നെ സ്വന്തമായിട്ട് റിസോർട്ടുണ്ട്. അപ്പോൾ അവരുടെ റിസോർട്ടിൽ ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്താൻ വിചാരിച്ചൊരു ഫംഗ്ഷനാണ്. അപ്പോൾ കാർത്തികയുടേത് അതുകൊണ്ട് അവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനുള്ളൊരു കൺസെപ്റ്റാണ് വെഡിങ്ങിനൊക്കെ. പക്ഷേ എൻഗേജ്മെന്റ് ആരെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ കേരളത്തിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും ചെയ്ത് ഞാൻ ഹാപ്പിയാണ്. അയ്യോ കാർത്തികയുടെ. അപ്പോൾ അവരത് പക്ഷേങ്കിൽ ഔട്ടാക്കിയില്ല, എൻഗേജ്മെന്റ് ഔട്ടാക്കിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പോഴത്തേക്ക് കുറേ നാളിന് ശേഷം അത് ഔട്ടാക്കിയപ്പോൾ എനിക്കും കാർത്തിക ഫോട്ടോ അയച്ചു, യു ക്യാൻ പോസ്റ്റ് ഇറ്റ്. അങ്ങനെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇതെനിക്ക് നവംബർ 19 17 അങ്ങനെ 19 തോന്നുന്നു, നവംബർ 19 വെഡിങ് ആണ്. അപ്പോൾ ഞാൻ റിയലി ഗുഡ്. അപ്പം ഞാനങ്ങനെ കാർത്തികയുടെ ചെയ്തു. അപ്പം കാർത്തികയ്ക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആണ്, കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ. എൻ്റെ അടുത്ത് ഇരുന്ന് ഞാനാണെങ്കിൽ കാർത്തിക ഭയങ്കര ഒരു ധൈര്യവും ഒക്കെ. അത് എനിക്ക് തുളസി, കാർത്തികയുടെ സിസ്റ്റർ. അപ്പം രണ്ടുപേർക്ക് ഞാനായിരുന്നു ചെയ്തത്. കുറേ ലുക്സ് ഉണ്ടായിരുന്നു രണ്ടുപേർ. അപ്പം കല്യാണ ലുക്കാണെങ്കിലും നമുക്ക് എല്ലാം ഡിഫറെൻറ്റ് ലുക്സ് ഉണ്ടായിരുന്നു, എല്ലാം അവരുടെ ആഗ്രഹം അനുസരിച്ച്. അപ്പോൾ കാർത്തികയ്ക്ക് ഭയങ്കര കൺസേൺ ആണ് എൻ്റെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം, എനിക്ക് ലൗഡ് വേണ്ട എന്നുള്ളതിൽ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവളുടെ കാർത്തിക ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഫീച്ചറാണ്, ഒരു മോഡൽ, ഇന്ത്യൻ മോഡലിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ്, ഫിസിക്ക്, അപ്പം എല്ലാം കൊണ്ട് കാർത്തികയുടെ ഏത് ഫീച്ചർ നമ്മൾ എടുത്താലും അത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അതുകൊണ്ട് കാർത്തികയുടെ വർക്ക് വന്ന് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊന്ന് അന്ന് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ മീഡിയാസിലും കാർത്തിക ലുക്ക് ഒരുപാട് ഇന്ത്യ ഫുള്ളും റീക്രിയേറ്റ് ചെയ്തു കാർത്തികയുടെ ലുക്ക് ഒത്തിരി. അപ്പം ആര് റീക്രിയേറ്റ് ചെയ്യുന്നത് എന്നെ ടാഗ് ചെയ്യും, ഞാൻ എല്ലാവർക്കും അപ്രിസിയേഷനും കൊടുക്കാറുണ്ടായിരുന്നു.
ചിലർക്ക് അത് ഇഷ്ടമായില്ല, ചിലർക്ക് എൻ്റെ വർക്ക് തന്നെ ഇഷ്ടമാവാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാനത് റെസ്പെക്ട്, ഞാനതൊക്കെ കേൾക്കാം. എന്തായിരുന്നു ഇഷ്ടപ്പെടാത്തത്? ശരി എന്നാൽ ഞാൻ നോക്കാന്ന് പറയാം. പക്ഷെ ഞാൻ ചോദിച്ചതെല്ലാം കാർത്തികയുടെ അടുത്തായിരുന്നു. അപ്പോൾ കാർത്തികയുടെ ഇഷ്ടം തന്നെയാണ് നമ്മൾ ചെയ്തത്. ആ സന്തോഷം ആ കുട്ടിക്ക് ഉണ്ട്. റീസെന്റ് ഓൾസോ കാർത്തിക എനിക്ക് അവാർഡ്, ഇപ്പൊ ലേറ്റസ്റ്റ് അവാർഡ് കാർത്തികയുടെ അതിനാണ് ഇമാക്കിൽ കിട്ടിയത്. അപ്പൊ അന്നും അത് കാർത്തിക ഭയങ്കരമായിട്ട് എന്നെ സന്തോഷം പ്രകടിപ്പിച്ചു. ഷീ പുട്ട് എ സ്റ്റോറി ഓൺ ഹർ ഇൻസ്റ്റാഗ്രാം ഓൾസോ. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലയന്റിന്റെ സന്തോഷമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. അത് ഞാൻ എപ്പോഴും യാത്രാ വഴി നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇത്രയും പേരെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഇന്ന ഒരാൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കും, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ആരായിരിക്കും? ഓഫ് കോഴ്സ് എൻ്റെ മോളെ ഒരുക്കണം എന്ന് എനിക്ക് ഞാനിത് മനസ്സിലിപ്പോ വിചാരിച്ചല്ല എന്താണ് നാരായണിയെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പം എനിക്ക് എന്തെങ്കിലും അതൊരു ദൈവം സഹായിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കണം. എന്തായാലും പറ്റുമായിരിക്കണോ? അയ്യോ, ഇപ്പൊ സുരേഷ് ചേട്ടന്റെ മോളുടെ ഇതുപോലെ വെഡിങ് ലുക്കിൽ ഒരു ലുക്ക് ചെയ്തായിരുന്നു, സംഗീതത്തില്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതും ഭയങ്കര നമുക്ക്, ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നേരത്തെ ഞാൻ മധുബാലനെ ഒരുക്കിയപ്പോ പോലെയാണ് സുരേഷ് ഗോപിയുടെ മോളെ ഒരുക്കുന്നു, അല്ലെങ്കിൽ രാധാ മേഡത്തിന്റെ മോളെ ഒരുക്കുന്നു. ഇവരുടെയൊക്കെ ഷൂട്ട് ഒരുക്കുന്നത് പോലെ അല്ല, ഇവരുടെ കല്യാണത്തിന് ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ പേഴ്സണൽ ഇവന്റ് ആണ്, ഇവരുടെ ലൈഫിലെ ഏറ്റവും വലിയ, അവർക്ക് അതിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ അവർ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കണക്കല്ലല്ലോ. അപ്പൊ അവിടെ നമ്മളെയും അവർ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ ജയറാമേട്ടനൊക്കെ എനിക്ക് തന്ന ഒരു സ്പേസ്, സ്നേഹം, അതൊക്കെ നമുക്ക് ലൈഫ് ലോങ്. ഇപ്പൊ രാധ ചേച്ചി ആയിരുന്നാലും രാധിക ചേച്ചി ആയിരുന്നാലും സുരേഷ് ഗോപി, ഇവരൊക്കെ നമുക്ക് തരുന്ന ഒരു സ്പേസിനാണ് നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്. ഇപ്പം സുരേഷ് ചേട്ടൻ്റെ മോളുടേതായിരുന്നാലും അവര് ആ കുട്ടിയുടെ ഫസ്റ്റ് ഞാനാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അന്ന് ഞാൻ കൊടുത്ത കോൺഫിഡൻ്റ് ആണ് ആ കുട്ടിയുടെ എല്ലാ ലുക്കിലും അവർക്ക് അത് എടുക്കാൻ പറ്റുക. അപ്പൊ നല്ല ഫാമിലി, ഭയങ്കര എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത്രയും ട്രൂലി ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഫാമിലിയിലായിരുന്നു രാധേ ചേച്ചിയൊക്കെ. ഭയങ്കര ഇന്നസെന്റ് ആണ്. സോ അതും ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ VKS ബ്രൈഡൽ ആൻഡ് ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ ലോഞ്ച് അല്ലേ? ഇതും ഇപ്പോ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് വികാസ് ഏട്ടൻ്റെ. എങ്ങനെ പോകുന്നു നമ്മുടെ സ്ഥാപനം? നന്നായി പോകുന്നു. വിജയം വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഹെയർ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ദൈവം സഹായിച്ച് സലൂൺ നന്നായി പോകുന്നു. അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലക്ഷ്യം തന്നെ നമുക്ക് ദ ബെസ്റ്റ് സർവീസ് കൊടുക്കുക, അതും ബഡ്ജറ്റബിൾ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പം കാര്യം ഇപ്പം എൻ്റെ ബ്രൈഡ്സിനായിരുന്നാലും എൻ്റെ ആർട്ടിസ്റ്റുകളായിരുന്നാലും ഒക്കെ നമ്മളൊരു ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് തുടങ്ങിയത്. ഇപ്പം 1 year ആകാൻ പോകുന്നു. ഇപ്പം ആനിവേഴ്സറി ആണ്, ആനിവേഴ്സറി ഓഫേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷമുണ്ട്, റെസ്പോൺസിബിലിറ്റി ആണ്. കാര്യം നമുക്ക് മേക്കപ്പ് ടീമിൽ എനിക്ക് കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്, ഇപ്പം സലൂൺ ടീമിലും കുറേ സ്റ്റാഫ്സ് ഉണ്ട്. അപ്പം എൻ്റെ ഫാമിലി വലുതായത് കൊണ്ടൊക്കെയാണെങ്കിൽ എൻ്റെ സ്റ്റാഫ്സ് വലുതായി, എൻ്റെ എല്ലാം ക്രൂ വലുതായി. അപ്പം വലിയ റെസ്പോൺസിബിലിറ്റീസ്, വലിയ വലിയ സ്വപ്നങ്ങൾ, അതെ, അവരേക്കുള്ള ചവിട്ടുപടികൾ എല്ലാം. പക്ഷെ കുഞ്ഞു ജീവിതം. ഓക്കെ, പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ കുറെ സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്യുന്നു, ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്യുന്നു, കുറെ ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്യുന്നു. ഏതാ ശരിക്കും വികാസ് ഏട്ടന് സന്തോഷം തരുന്നത്? രണ്ടും നമുക്ക് സന്തോഷം തന്നെയാണ്. കാര്യം നമ്മളൊരു ഷൂട്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് ചെയ്യാം. ബിക്കോസ് നമ്മൾക്ക് തന്നെ പല പല ലുക്സും നമുക്ക് ഡിഫറെന്റ്. ഇപ്പം ഞാൻ തന്നെ കൃജയുടെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം ആഡിന് വേണ്ടിയൊക്കെ. അപ്പം അവരിതിൽ എന്ന് പറയുമ്പോൾ ഇപ്പം അച്ചു പല പല ലുക്സും ഒക്കെ നമുക്ക് കൊണ്ടുവരും. അപ്പം നമ്മൾ ദിസ് ഈസ് ഗുഡ്, നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പം വി ആർ മോർ ഹാപ്പി വിത്ത് ദ ഷൂട്ട്സ് ആർട്ടിസ്റ്റിന്. പക്ഷെ ബ്രൈഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് നമ്മളുടെ കയ്യിലാണ് റെസ്പോൺസ്. അപ്പം നമ്മൾ എന്തായാലും മറ്റ് ഷൂട്ടിലൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും ബ്രൈഡ് എത്തുമ്പോൾ അത് നമ്മുടെ സ്വന്തം ബേബിയാണ്. അവർക്ക് ആ കുട്ടിയുടെ ഒരേ ഒരു കല്യാണമാണ്, അവർക്കത് അറിയില്ല. നമ്മൾ നമ്മളുടെ ഇൻഫോർമേഷൻസും കൊടുക്കണം, കുറച്ചും കൂടെ കെയർ ചെയ്യണം. വിശ്വസിച്ച് വന്ന ആളാണ് അവര്. അതെ, അവരെ കുറച്ചും കൂടെ കെയർ ചെയ്യണമല്ലോ. ശരിയാണ്. അപ്പൊ ആ ഒരു കെയർനെസ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ രണ്ടിനും രണ്ട് മുഖമാണ്.
രണ്ട് റിസൾട്ടാണ്, രണ്ട് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം ഈ ഷൂട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, ഈ ഹൈ ഫാഷൻ ലുക്സ് ചെയ്യാറുണ്ട് വികസേട്ടൻ, ബ്രൈഡ്സും ചെയ്യാറുണ്ട്. ഇത് ഇപ്പം ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ബ്രൈഡ്സ് മാത്രം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഷൂട്ടിന് വേണ്ടി മാത്രം. ഇത് രണ്ടും ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും കുറച്ച് റിസ്ക്കാ. കാരണം ചിലപ്പോൾ ഇതിന്റെ കുറച്ച് അവിടെ വരുമോ, എനിക്കങ്ങനെ തോന്നാറുണ്ട്. എങ്ങനെ ഇത് രണ്ടും രണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവന്ന്? നമ്മൾ പോകുമ്പം ഒരു വർക്ക് കഴിയുമ്പോൾ ആ വർക്കിനെ കളഞ്ഞിട്ട് പോകണം. ഇപ്പൊ പലപ്പോഴും കാർത്തികയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഒരു സെലിബ്രിറ്റി വെഡിങ് ഷക്കീടേതായിരുന്നു. അതിനു മുമ്പ് ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ്റെ ഉണ്ടായിരുന്നു, സുരഭി ലക്ഷ്മിയുടെ വെഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഈ ലുക്സുകളെല്ലാം നമ്മൾ ഉണ്ടെങ്കിലും കാർത്തികേയനെ ഒരുക്കിയ ബ്രൈഡൽ ലുക്ക് നമ്മൾ അവിടെ നിർത്തിയിട്ട് അടുത്ത ബ്രൈഡിനെ ഒരുക്കാൻ പോകുമ്പോൾ ആ ബ്രൈഡിന് വേണ്ടിയാണ് ഒരുക്കുന്നത്. അല്ല ഞാൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണേ, ഞാനേ അത് നിങ്ങൾ പറയണ്ട, ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അവള് എന്നാ പിന്നെ താൻ പോയി അത് മാത്രം ചെയ്താൽ പോരെ. അപ്പം അപ്പൊ എപ്പോഴും ഒന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പം ഞാൻ അതുകൊണ്ട് ബ്രൈഡിനെ ഒരുക്കിയിട്ട് ഞാനൊരു ഷൂട്ടിലോട്ട് പോകുമ്പം ഞാൻ കുറേം കൂടി നമ്മൾ ഇപ്പം എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് തന്നെ ഞാൻ പാലാക്കി പോയി. എനിക്കൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നത് മാർച്ച് ചെയ്യാമെന്ന്. അപ്പം പക്ഷേങ്കിൽ ഇവർക്ക് ഈ പർട്ടിക്കുലർ ഡേറ്റ് തന്നെ ചെയ്യണം കല്യാണം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് നേരെ പാലാക്കി പോയി. പാലയിൽ നിന്ന് നേരെ തിരിച്ചു വന്ന് എൻ്റെ വൈഫ് ഹിന്ദു ബ്രൈഡൽ ലുക്ക്, പാലയിലൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക്. പിറ്റേന്ന് ഞാൻ നേരെ വന്നിട്ട് ചെയ്യുന്ന മമത മോഹൻദാസിൻ്റെ ഒരു ഷൂട്ടാണ്. അപ്പം അതൊരു ഭയങ്കര കോൺസെപ്റ്റ് ഷൂട്ടായിട്ട് ദുബായിൽ നിന്നൊക്കെ സ്റ്റൈലിസ്റ്റ് വന്നിട്ട് ഒരു കോൺസെപ്റ്റ് ഷൂട്ടായിരുന്നു മമതയുടെ. അപ്പം ആ ഒരു ലുക്കിൽ ഇതുവരെ മമത ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിനു മുമ്പ് മമതയെ കണ്ടില്ല, ഇതിന് ശേഷവും കണ്ടിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് നേരെ വരുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഷൂട്ടിനൊക്കെയാണ്. അപ്പം ഒരിക്കലും ഇത് മൂന്നും തമ്മിൽ ഒരു കണക്ഷൻസും ഇല്ല. ഞാനപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹൈ ഫാഷൻ ചെയ്യുമ്പോഴും മാഗസിൻ കവർ ഷൂട്ട്സ് ചെയ്യുമ്പോഴും അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴും ഫാഷൻ ഷോ ചെയ്യുമ്പോഴും ടെലിവിഷൻ ഷോസ് ചെയ്യുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും ബ്രൈഡൽ ചെയ്യുമ്പോഴും സ്റ്റേജിന് മേക്കപ്പ് ചെയ്യുമ്പോഴും ഇത്രയും പ്ലാറ്റ്ഫോംസിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ഓരോ മേക്കപ്പും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് നമ്മുടെ പ്രോഡക്റ്റിലും ഉണ്ടാവണം. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഷുഡ് ബി ഡിഫറെൻറ്റ്, പ്രിപ്പറേഷൻ, സ്കിൻ പ്രിപ്പറേഷൻ ഷുഡ് ബി ഡിഫറെൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാം. അപ്പം ഒന്നിലോട്ട് പോകുമ്പോൾ ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കാം, വികാസേട്ടൻ മേക്കപ്പ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാ? അപ്പോ കൊറേ ഇങ്ങനെ പറഞ്ഞല്ലോ. അതെ, ഞാൻ ഫാഷൻ ഷോസ്, കേരളത്തിലെ പേജൻസ് ഇല്ലേ, പേജൻസ് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. പല ഫാഷൻ ഷോസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ലുല്ലു ഫാഷൻ വീക്ക് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ തന്നെ ആഡ് ഷൂട്ട്സ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചാനൽസ്, ഏഷ്യാനെറ്റ്, സി, അങ്ങനെ മനോരമ പല ചാനൽസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ സീരിയൽസിന്റെ പ്രൊമോ ഷൂട്ട്സ് ചെയ്യാറുണ്ട്. റിയാലിറ്റി ഷോസ് ചെയ്യാറുണ്ട്. അപ്പം അപ്പൊ ഇതെല്ലാം നമ്മുടെ പാർട്ട് ഓഫ് അവർ ഡെയിലി റൊട്ടീനാണ്. പക്ഷെ എല്ലാത്തിൻ്റെ സ്വഭാവം വേറെയാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ എൻജിനീയർ എന്ന് പറയുന്നത് പോലെ തന്നെ എൻജിനീയറിൽ എന്തൊക്കെ എൻജിനീയർ, മെക്കാനിക്കൽ, സോഫ്റ്റ്വെയർ, ഇതൊക്കെ പോലെ തന്നെയാണ് ഇതിനൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ. പക്ഷെ എല്ലാത്തിനും ദൈവം സഹായിച്ച എനിക്കൊരു പേരുണ്ട്. എവിടെ പോയാലും ഞാൻ സേഫ് ആണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് എന്നെ എല്ലാത്തിലും വിളിക്കും, ഞാൻ എല്ലാത്തിലും പോകും. ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം ഞാൻ ഓടി നടന്ന് വർക്ക് ചെയ്യും. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻ, എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ഈ വരുന്ന മെയ് 29-ന്. അപ്പം കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം, എൻ്റെ നാരായണിക്ക്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടതാണല്ലോ ഒരു വീട്. അപ്പം അടച്ചോ ഉറപ്പുള്ള സേഫായിട്ടുള്ള ഒരു വീട് വെക്കണം എന്ന് കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ്. അതിപ്പം 29-ാം തീയതി അത് നടക്കും. വരും. അപ്പം ഇന്ന് 29-ാം തീയതി എൻ്റെ ഹൗസ് വാമിംഗ് ആണ്.
അപ്പൊ അത് ആണ് എന്റെ ഫ്യൂച്ചർ പ്ലാനിലെ കുറേ നാൾ കൊണ്ടുള്ള എന്റെ ഫ്യൂച്ചർ പ്ലാനാണ്. അത് എത്തി നിൽക്കുവാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാൻ ഞാൻ ആലോചിക്കും. ഓക്കെ, നമ്മുടെ ഈ കൺവെർസേഷൻ ഏകദേശം എൻഡിലോട്ട് വരുവാണ്. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്ര നേരത്തെ സംസാരത്തിൽ. കുറേ നന്നായി നമ്മൾ സംസാരിച്ച്, കുറേ നാൾ കൂടിയിട്ട് നമ്മളിരുന്ന് സംസാരിച്ച്. ഞങ്ങളുടെ ഈ ഫ്ലോറിലോട്ട് വന്നതിനും ഞങ്ങളുടെ കൂടി ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു വെരി മച്ച്. ഒരുപാട് ബ്രൈഡ്സിന് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഞങ്ങൾ ഒരുപാട് സെലിബ്രിറ്റി വെഡ്ഡിങ്സിൽ പല പല ലുക്കുകൾ കാണട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.